നമസ്തേ. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പുതിയതായിട്ട് പണിയുന്ന രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ കർമ്മം അടുത്ത തിങ്കളാഴ്ച നടക്കുകയാണ്. ജനുവരി 22 പ്രതിഷ്ഠാദിനം അടുത്ത് വരുംതോറും ചില ആളുകൾ വ്യാപകമായൊരു പ്രചാരണം നടത്തുന്നുണ്ട്. പള്ളി പൊളിച്ചിട്ട് പണിയുന്ന ക്ഷേത്രത്തിലേക്ക് ഞങ്ങളില്ല, അത് മതേതരത്വത്തിനെതിരാണ്. ഏതോ ഇതൊക്കെ ഈ ആദർശവാദികളായി സ്വയം അഭിനയിച്ച് നടക്കുന്ന പുരോഗമനവാദികളും നവോത്ഥാനക്കാരുമൊക്കെ പ്രചരിപ്പിക്കുന്നതാണ്. വ്യാപകമായ പ്രചാരണമാണ് നടക്കുന്നത്. അവരൊക്കെ ഹ്രസ്വദൃഷ്ടികളാണ്. അവർക്കൊരു പരിധിക്കപ്പുറം കാണാൻ പറ്റത്തില്ല. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ബാബറി മസ്ജിദ് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അവർ ചിന്തിക്കണ്ടേ? അതവർ മറക്കും. ബാബറി മസ്ജിദ് ഉണ്ടായത് അവിടെ നിന്ന് ഒരു ക്ഷേത്രം പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഭിത്തികളിലും തൂണുകളിലുമാണ് ബാബറി മസ്ജിദിൻ്റെ അസ്ഥിവാരം ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പര്യവേഷണങ്ങളിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്. ഇത് തന്നെയാണ് സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ളതുമാണ്. ഒരു കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഇവരെല്ലാം സമ്മതിക്കുക. അത് രാമക്ഷേത്രമായിരുന്നു എങ്ങനെ സ്ഥാപിക്കും? അതൊരു ക്ഷേത്രമായിരുന്നുവെന്ന് തെളിവുകൾ ആർക്കിയോളജി വകുപ്പ് നൽകിയിട്ടുണ്ട്. അതാണ് കോടതി അംഗീകരിച്ചത്. തെളിവുകൾ എന്താണ്? അതിൻ്റെ ഭിത്തികളിലും തൂണുകളിലും എല്ലാം ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പള്ളിക്ക് അസ്ഥിവാരം ഉണ്ടാക്കുമ്പോൾ അവിടെ ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ കൊത്തിവെക്കുമോ? തീർച്ചയായിട്ടും അതൊരു ക്ഷേത്രമായിരുന്നു. ഇനി രാമക്ഷേത്രമായിരുന്നോ എന്നുള്ളതാണ് ഒരു ചോദ്യം. രാമക്ഷേത്രമായിരുന്നു. അയോധ്യയിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന് പറയുന്ന രാമക്ഷേത്രം തന്നെയാണ്. അവിടെ പുരാതന കാലം മുതലേ ആളുകൾ ആരാധിച്ചു പോകുന്ന ഒരു സ്ഥലമാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇനി അവിടെ 12-ാം നൂറ്റാണ്ടിൽ ഒരു ക്ഷേത്രം നിലവിൽ പണിഞ്ഞിരുന്നു. അവിടെ ഒരു പുതിയതായിട്ടൊരു ക്ഷേത്രം പണിഞ്ഞിരുന്നു. അത് 16-ാം നൂറ്റാണ്ടിൽ അത് നശിപ്പിച്ചിട്ടാണ് ഈ ബാബറി മസ്ജിദ് ഉണ്ടാക്കിയത്. ഇത് ചരിത്രമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തലുകളിലും ഇത് പറയുന്നുണ്ട്. അപ്പം ഇത് ക്ഷേത്രം പൊളിച്ചിട്ടാണ് പള്ളി പണിഞ്ഞത് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. രാമക്ഷേത്രമാണോ എന്നുള്ളത് അയോധ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം രാമൻ്റെ ആരാധനയ്ക്കുള്ള ക്ഷേത്രം തന്നെയാണ്. അല്ലാതെ മറ്റൊരു ക്ഷേത്രമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ തകർക്കുക എന്നുള്ളതായിരുന്നു മുസ്ലിം അധിനിവേശക്കാരുടെ, മുസ്ലിം മതമൗലികവാദികളുടെ എവിടെയുമുള്ള തന്ത്രം. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഹാഗിയ സോഫിയ പള്ളി. അത് പിടിച്ചെടുത്തു. അത് ക്രിസ്ത്യാനികളുടെ കയ്യിലായിരുന്നു. അത് 4-ാം നൂറ്റാണ്ടിൽ അവർ പണിഞ്ഞതാണ്. മുഹമ്മദൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പണിഞ്ഞതായിരുന്നു. അത് 1553 ഒട്ടോമൻ തുർക്കികൾ കീഴടക്കി. എന്നിട്ട് അവർ പള്ളിയായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ യേശുവിൻ്റെയൊക്കെ രൂപങ്ങളുണ്ടായിരുന്ന എല്ലാം ഒന്നുകിൽ തകർത്ത് കളഞ്ഞു, അല്ലെങ്കിൽ അത് ഭിത്തിയോട് ചേർത്ത് പ്ലാസ്റ്റർ ചെയ്ത് മറച്ചു കളഞ്ഞു. പിന്നീട് 1935 മറ്റോ ആണ് അതൊരു മ്യൂസിയമാക്കി മാറ്റിയത്. അതിപ്പോൾ വീണ്ടും പള്ളിയാക്കി മാറ്റിയിരിക്കുന്നു ഈ തുർക്കി ഗവൺമെൻറ്, എർദോഗൻ ഗവൺമെൻറ്. അപ്പം ഇത് അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഇതര മത വിഭാഗക്കാരുടെ ദേവാലയങ്ങളെ കൺവേർട്ട് ചെയ്യുക, പള്ളിയായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇവിടെ അയോധ്യയിലും നടന്നത് അതുപോലെ തന്നെയാണ്. ഇനി ഈ ക്ഷേത്രം ഉണ്ടായിരുന്നതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. അത് തനിയെ തകർന്നതാണോ, അത് പള്ളി പണിയാനായിട്ട് തകർത്തതാണോ? തനിയെ തകർന്നതാണെങ്കിൽ അതിൻ്റെ പുറത്ത് പള്ളി പണിയേണ്ട കാര്യമുണ്ടോ? അതെല്ലാം അടിച്ചു പൊളിച്ചിട്ട് അങ്ങോട്ട് മാറ്റി പണിഞ്ഞാൽ പോരെ. എന്തിനാണ് ക്ഷേത്രത്തിൻ്റെ പുറത്ത് തന്നെ പണിയേണ്ട കാര്യം എന്താണ്? അപ്പോൾ അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു അജണ്ട അതിൻ്റെ മേളിലുണ്ട്. അവരുടെ പതിവ് ശൈലി അവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് പള്ളി തകർത്ത് അതിൻ്റെ ക്ഷേത്രം തകർത്ത് അതിൻ്റെ മേളിലാണ് പള്ളി പണിഞ്ഞെന്നുള്ളതിന് ഒരു സംശയമുള്ള കാര്യമല്ല. തകർത്തിട്ട് തന്നെയാണെന്നുള്ളതിന് ഒരു സംശയമില്ല. അല്ലെങ്കിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഒരു വലിയ ക്ഷേത്രമായി ആയിരുന്നു എന്ന് ഓർക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അതിലെ തൂണുകളും ഭിത്തികളുമൊക്കെ വളരെ സ്ട്രോങ് ആണ്. അതിൻ്റെ പുറത്താണ് പള്ളി പണിഞ്ഞിരിക്കുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം തനിയെ തകർന്ന് വീഴുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല.
അങ്ങനെ തകർന്ന് വീണ അത് അത്രയ്ക്ക് ഒരു ഒരു മോശമായ അവസ്ഥയിലായിരുന്നു ക്ഷേത്രമെങ്കിൽ അതിനെ പള്ളിയുടെ അസ്ഥിവാരമാക്കി അവർ മാറ്റത്തില്ലായിരുന്നല്ലോ. ഇപ്പോഴും അത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. തനിയെ തകർന്നൊന്നുമല്ല, അത് തകർത്തതാണ്. തകർത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പള്ളി പണിഞ്ഞത്. ആ പള്ളി വെറുതെ ഒരു കെട്ടിടം തകർത്ത് പണിഞ്ഞില്ല, ഭാരതീയൻ്റെ ആത്മാഭിമാനത്തിൻ്റെ മേൽ നടത്തിയ അധിനിവേശമാണത്. ആ അധിനിവേശക്കാരൻ്റെ അത്യാചാരമാണ്. പകരം അത് ഇല്ലാതാക്കണം. അതിൽ നിന്ന് ഭാരതീയൻ്റെ അഭിമാനം വീണ്ടെടുക്കണം. കെട്ടിടം മാത്രമല്ല, ക്ഷേത്രം മാത്രമല്ല വീണ്ടെടുക്കുന്നത്, ഭാരതീയൻ്റെ അഭിമാനം കൂടിയാണ് അയോധ്യയിലെ പുതിയ ക്ഷേത്ര നിർമ്മാണത്തിലൂടെ വീണ്ടെടുക്കപ്പെടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈ ഹ്രസ്വദൃഷ്ടികളായിട്ടുള്ള നവോത്ഥാനക്കാർ, കപട മതേതരവാദികൾക്ക് അവർക്കിത് മനസ്സിലാകില്ല. അവർക്ക് ഒരു പരിധിക്ക് അവരുടെ ഉള്ളിലൊരു ലക്ഷ്യം ഇരിപ്പുണ്ട്. അവരൊരു പക്ഷം പിടിച്ചിട്ടാണ്. ആ പക്ഷം പിടിക്കുന്നതിന് ആ പക്ഷത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ കാണുന്നുള്ളൂ. ഹിന്ദുവിനെ എതിർക്കണം. ഭാരതത്തിൽ മോദി ഭരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചും ഇവിടെ ഹിന്ദുവിനെ എതിർക്കണം. ഇതാണ് അവരുടെ ഒരു പരിപാടി. ആ പരിപാടി കൊണ്ടാണ് അവർ ഈ ക്ഷേത്രത്തിനെതിരെ നിലപാടെടുക്കുന്നത്. മോദി പണിയുന്നത് കൊണ്ടാണല്ലോ കോൺഗ്രസ്സുകാരും വരാത്തത്. കാരണം അവർ രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഇതാണ് രാഷ്ട്രീയം കളി. ഇനി ഈ ഹ്രസ്വദൃഷ്ടിയുടെ ഇതൊരു പാറ്റേണാണ്. എല്ലാ സ്ഥലങ്ങളിലും അവർ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞാൽ ഗോദ്ര തീവെപ്പാണ് അതിൻ്റെ ഒറിജിൻ. ഗോദ്ര തീവെപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഗുജറാത്ത് കലാപം ഉണ്ടാകത്തില്ല. ഗോദ്ര തീവെപ്പ് കേസിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതികരണമായിരുന്നു ഗുജറാത്ത് കലാപം. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഇപ്പോഴും ഈ പാലസ്തീനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. ഇസ്രായേലാണോ ആക്രമണം തുടങ്ങി വെച്ചത്? അതിപ്പോൾ ആരും പറയത്തില്ല. ഇസ്രായേൽ പാലസ്തീൻകാർ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്നു. 10-23,000 പേര് ഇതുവരും മരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത്? ഇത് ആരാണ് തുടങ്ങി വെച്ചത്? ഹമാസിൻ്റെ ഒരു ആക്രമണം. ഇസ്രായേലിനുള്ളിൽ കടന്നു കയറി 1200 അതിനപ്പുറം കുറേ ഇസ്രായേലികളെ കൊന്നൊടുക്കുകയും വീടുകളിൽ പോയി അവരെ സ്ത്രീകളെ പിടിച്ചിറക്കി ബലാത്സംഗം ചെയ്യുകയും കുറേ ആൾക്കാരെ ബന്ദികളായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇതല്ലേ? ഇത് ആരാണ് സഹിക്കുക? ഇത് ഏതെങ്കിലും ഒരു ജനത സഹിക്കുമോ? തൻ്റെ രാജ്യത്ത് കയറി 1200 സാധാരണക്കാരെ ഒരു അക്രമി കൊല ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനെ തകർക്കണമെന്നുള്ള ഒരു ചിന്ത, അവകാശം അവർക്കുള്ളതല്ലേ? അവരതാണ് ചെയ്തത്. അപ്പോൾ അതും ഈ ഒരു പാറ്റേണായിട്ട് പോവുകയാണ്. ഈ അയോധ്യയുടെ കാര്യത്തിലായാലും ഗുജറാത്തിലെ കലാപത്തിൻ്റെ കാര്യത്തിലായാലും ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ കാര്യത്തിലായാലും അവർ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ വരത്തുള്ളൂ. അതിന് പിന്നിലുള്ള കാര്യം അവർ കാണത്തില്ല. അതായത് ഹ്രസ്വദൃഷ്ടികളാണ് അവർ. ഈ ഹ്രസ്വദൃഷ്ടികളെ മാറ്റി നിർത്തി ഈ ഭാരതീയൻ അവൻ്റെ അഭിമാനത്തെ പുനഃസ്ഥാപിക്കുകയും വീണ്ടെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്ന അതിക്രമികളുടെ അഭിമാനത്തിൻ്റെ മേലുള്ള അതിക്രമങ്ങളെ ഇല്ലാതാക്കി അവൻ തൻ്റെ അഭിമാനം പുനഃസ്ഥാപിക്കുകയാണ്. അത് അയോധ്യയിലെ പ്രതിഷ്ഠാകർമ്മത്തോടു കൂടി സാധ്യതമാവുകയാണ്. ഓരോ ഇന്ത്യയിലും അതിൽ അഭിമാനിക്കാവുന്നതാണ്, അഭിമാനിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.